ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മാതാപിതാക്കന്മാരോടുള്ള കടമകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് പിതാവിനോടുള്ള കടമ എന്താണെന്നാണ്. പിതാവിനോട് എങ്ങനെ പെരുമാറണം എന്നും നമ്മൾ കേട്ടു. ഇനി നമുക്ക് മാതാവിനോട്, അതായത് പെറ്റ അമ്മയോട് എങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലാക്കാം. അതിനു മുൻപ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രകൃതിയിൽ, അതായത് ഭൂമിയിൽ പണ്ട് മുതലേ ഔഷധച്ചെടികളുണ്ട്. അതറിയാവുന്ന മനുഷ്യർ അതുപയോഗിച്ചാണ് മുറിവ്, ചതവ്, അസുഖങ്ങൾ എല്ലാം സൗഖ്യപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ തലമുറകൾക്കും അതിനെക്കുറിച്ച് ഒരുവിധ അറിവുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിവുണ്ടോ ഇല്ല എന്നുള്ളത്. പറഞ്ഞു വരുന്നത്, പ്രകൃതിയിൽ ഈ അനുഗ്രഹങ്ങൾ തന്ന ദൈവം മനുഷ്യരുടെ പാപത്തിൽ നിന്ന് എങ്ങനെ മനുഷ്യർക്ക് മുക്തി നേടാമെന്ന്, ദൈവത്തിനെ എങ്ങനെ നിഷ്കളങ്കമായി സ്നേഹിക്കാം, വിശ്വസിക്കാം എന്നും ബൈബിളിലും എഴുതിയിട്ടുണ്ട്. ബൈബിളിലും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. അത് കണ്ടുപിടിച്ച് അതുപോലെ ജീവിച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ കുറേയൊക്കെ വേദനകളും വിഷമങ്ങളും സുഖമാകും. പ്രഭാഷകൻ 3:2. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പുത്രന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രിമാരും അതിൽ ഉൾപ്പെടും. 3:4. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. നിക്ഷേപം എന്ന് പറയുമ്പോൾ ഏതൊരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല. പലതരത്തിലും നമുക്ക് നന്മയുണ്ട് അല്ലേ? അപ്പോൾ ആ നിക്ഷേപത്തിനൊന്നും ഒരു കുറവുണ്ടാവുകയില്ല. അത് നമ്മൾ അനുഭവിക്കും. 3:6. കർത്താവിനെ അനുസരിക്കുന്നവൻ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിനെ അനുസരിക്കുന്നവൻ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. അതായത് അവിടെ ഒരു കണ്ടീഷനാണ് കർത്താവിനെ അനുസരിക്കണമെന്നുള്ളത്. കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കണമെന്ന്. അതായത് കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നവരാണ് അമ്മമാരെ സന്തോഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ മക്കൾ നല്ല വഴിയിൽ നടക്കുന്നത്, വിനയത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്നത്, ദൈവഭക്തിയോടെ ഇരിക്കുന്നത്, സഹോദര സ്നേഹം നിലനിർത്തുന്നത്, ഇതെല്ലാം കാണുമ്പോൾ ഒരമ്മയുടെ ഹൃദയം സന്തോഷിക്കും അല്ലേ? നമ്മളെപ്പോഴും കണ്ടിട്ടില്ലേ, അമ്മമാരെപ്പോഴും പറയും, നിങ്ങൾ സഹോദര സ്നേഹം നിലനിർത്തണം, നിങ്ങൾ വിനയത്തോടെ എളിമയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറണം. ഇതെല്ലാം ഒരമ്മയ്ക്കുള്ള ഒരാഗ്രഹമാണ്. അപ്പന്മാർ ഇത്രയ്ക്കും അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപഴകില്ല. പക്ഷേ അമ്മമാരാണ് കൂടുതലും നമ്മളെ കൊണ്ടു നടക്കുന്നത്. പിന്നെ ദൈവം ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ശാസനയാണത്. പ്രഭാഷകൻ 3:9. അമ്മയുടെ ശാപം ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കും. അമ്മയുടെ ശാപം ഭവനത്തിൻ്റെ അടിത്തറ ഇളക്കും. അതായത് അമ്മമാരെ കോപിപ്പിക്കാനോ അല്ലെങ്കിൽ കരയിപ്പിക്കാനോ അവരെ നിരാശപ്പെടുത്താനോ വെറുക്കപ്പെടാനോ ഒന്നിനും അനുവദിക്കരുത്. അമ്മമാരെ എപ്പോഴും കൊണ്ടു നടക്കണം. കാരണം ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവർ ഇത്രയും വരെ എത്തിക്കുന്നത്. ആ അമ്മമാരെ ഒരിക്കലും ഒരു നിരാശയ്ക്ക് അടിമപ്പെടുത്താൻ പാടില്ല. പ്രഭാഷകൻ 3:16. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. ഇതെല്ലാം നമ്മൾ സ്വയം ഒന്ന് ശോധന ചെയ്യണം. കാരണം എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്, നമുക്ക് പേരൻസിനോടുള്ള കടമ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള തെറ്റുകളെല്ലാം ഒന്ന് ശോധന ചെയ്ത് നമ്മുടെ ബ്ലെസ്സിങ്ങിന് എന്തെങ്കിലും കുറവുണ്ടോ. കാരണം ചിലപ്പോൾ നമ്മൾ പറയും, മക്കൾ ഒന്നിലെത്തിയിട്ടില്ല, മക്കൾ എന്തെങ്ങനെയായി പോയത്, അല്ലെങ്കിൽ എനിക്ക് മക്കളില്ലല്ലോ. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നമ്മൾ ബൈബിളിലേക്ക് തിരിഞ്ഞാൽ മതി. ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, കർത്താവിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ആ തടസ്സങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഒരച്ഛനെ കണ്ട് കുമ്പസാരിച്ച് കൗൺസിലിംഗ് നടത്തുക. ഒരച്ഛൻ എപ്പോഴും നമുക്ക് മുമ്പിലുണ്ടായിരിക്കണം. കാരണം ആ അച്ഛൻ്റെ അടുത്ത് നമ്മളുടെ പ്രോബ്ലംസ് പറയുമ്പോഴാണ് അച്ഛൻ അതിന് പരിഹാരം പറഞ്ഞു തരിക. അങ്ങനെ നമ്മൾ നല്ല കുട്ടികളാകുമ്പോൾ എല്ലാ വിഷമങ്ങളും
ഈശോ കാറ്റത്ത് പറത്തി കളയും. ഈശോയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളെ. ഈശോയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളെ. അത് മറക്കരുത്. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.